നമസ്കാരം. ഒരുപക്ഷെ രാജ്യത്തെ ഏറ്റവും സുന്ദരിയായ നടി ആരെന്ന് ചോദിച്ചാൽ തൃഷ എന്ന് പറയേണ്ടി വരും. അത്രയ്ക്കും ശാലീനതയും സൗന്ദര്യവുമാണ് തൃഷയ്ക്കുള്ളത്. തൃഷ തമിഴ്നാട് മുഖ്യമന്ത്രി വിജയിയുടെ അടുത്ത സുഹൃത്ത് എന്ന നിലയിൽ ഇടയ്ക്കിടെ വാർത്തകളിൽ നിന്നറിയാറുണ്ട്. അവർ തമ്മിലുള്ള സൗഹൃദം എന്തെന്ന് നമുക്കാർക്കും അറിയില്ല. കാമുകനും കാമുകിയുമാണോ അതോ ഉറ്റ സുഹൃത്തുക്കളാണോ എന്ന് നമുക്കറിയില്ല. പക്ഷേ അവർ അടുത്ത സുഹൃത്തുക്കളാണ്. വിജയ് തമിഴ്നാട് മുഖ്യമന്ത്രിയാകുമ്പോൾ, തമിഴ്നാട് രാഷ്ട്രീയത്തിൽ തിളങ്ങുമ്പോൾ ഒരുപക്ഷെ വിജയിയുടെ പിൻഗാമിയായി തൃഷ എത്തിയേക്കും എന്ന് കണക്കാക്കപ്പെടുന്നു. തൃഷ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വിജയ് മന്ത്രിസഭയിൽ എത്തിയാൽ പോലും അതിശയിക്കേണ്ടതില്ല. വിജയും തൃഷയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ഗോസിപ്പ് ചാനലുകളിൽ മാത്രമല്ല സാധാരണക്കാർക്കിടയിൽ പോലും ചർച്ചയുണ്ട്. അതുകൊണ്ടാണ് ഉദയനിധി സ്റ്റാലിൻ എന്ന പഴയ മുഖ്യമന്ത്രി സ്റ്റാലിൻ്റെ മകൻ, സിനിമാ നടൻ, വിജയുടെ സഹപ്രവർത്തകനായിരുന്നു സിനിമയിൽ, കഴിഞ്ഞ ദിവസം കാവേരി വിഷയവുമായി ബന്ധപ്പെട്ട പ്രകടനത്തിൽ സംസാരിക്കവേ ആരാധകർ തൃഷ തൃഷ എന്ന് ആർപ്പ് വിളിച്ചത്. ഇവിടെ വിജയ് സർക്കാരിനെ നിരപരാധികളെ വേട്ടയാടുക, DMK പ്രവർത്തകരെ ജയിലിലടയ്ക്കുക, കള്ളക്കേസെടുക്കുക എന്നതൊക്കെ പറഞ്ഞു നിർത്തിയപ്പോൾ ആരാധകർ തൃഷ 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 എന്ന് പറയുന്നു. ഉദയനിധി അതിന് പകരമായി ഒരു അശ്ലീല കമന്റ് പറയുകയാണ്. ഇവിടെ വെള്ളമില്ലെങ്കിലും അവിടെ വെള്ളം എത്തിക്കാൻ വിജയ്ക്ക് മിടുക്കാണ് എന്നായിരുന്നു ആ പരാമർശം. അത് തികച്ചും അശ്ലീലമാണ്. അമ്മയും പെങ്ങന്മാരുമുള്ളവർക്കാർക്കും ഇങ്ങനെ പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞ് TVK പ്രവർത്തകർ മാത്രമല്ല BJPക്കാർ പോലും രംഗത്തെത്തി. ഉദയനിധിയെ ഉടനടി അറസ്റ്റ് ചെയ്യണം എന്നാണ് പൊതുവെ ഉയർന്ന ആവശ്യം. എന്തായാലും പോലീസ് ഉടനടി മുഖ്യമന്ത്രിയെ അപമാനിച്ചു എന്ന് പറഞ്ഞ് കേസെടുത്തു. പൊതുവേദിയിൽ അശ്ലീല പ്രയോഗം നടത്തി, സ്ത്രീകളെ അധിക്ഷേപിച്ചു, മുഖ്യമന്ത്രിയെ അപമാനിച്ചു തുടങ്ങിയ ഗുരുതരമായ വകുപ്പുകൾ ചുമത്തിയാണ് ഉദയനിധി സ്റ്റാലിനെ ഇന്ന് പോലീസ് അറസ്റ്റ് ചെയ്തത്. അറസ്റ്റ് തടയാൻ ഇന്നലെ തന്നെ കോടതിയിൽ അപേക്ഷ കൊടുത്തിരുന്നു. ഇന്ന് ഉച്ചകഴിഞ്ഞ് കേസെടുക്കുന്നത് വരെ അറസ്റ്റ് ചെയ്യരുത് എന്ന് വാക്കാൽ കോടതി പരാമർശിക്കുകയും ചെയ്തു. പക്ഷേ കോടതിയുടെ വാക്കാലുള്ള പരാമർശം ഗൗനിക്കാതെ പോലീസ് രാവിലെ ചെന്നൈയിലെ വസതിയിൽ നിന്ന് പ്രതിപക്ഷ നേതാവ് കൂടിയായ ഉദയനിധിയെ കസ്റ്റഡിയിലെടുത്ത് പ്രസംഗം നടന്ന തഞ്ചാവൂരിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. തമിഴ്നാട് ഇളകി മറിഞ്ഞിരിക്കുകയാണ്. DMK പ്രവർത്തകർ പല വാഹനങ്ങളിലായി പോലീസ് വാഹനത്തിന് പിന്നാലെ തഞ്ചാവൂരിലേക്ക് കുതിച്ചു. പോലീസ് DMK പ്രവർത്തകരുടെ വാഹനത്തെ തടയാൻ ശ്രമിച്ചെങ്കിലും പുതിയ വാഹനങ്ങളും പുതിയ പ്രവർത്തകരും എത്തിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ വലിയ പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. ഈ വാർത്ത ഞാൻ ചെയ്തു കഴിയുമ്പോഴേക്കും ഒരുപക്ഷെ ഉദയനിധിയെ അറസ്റ്റ് ചെയ്തതിനെ കോടതി വിമർശിക്കുകയും വിട്ടയക്കുകയും ചെയ്തിരിക്കും. അല്ലാതെ പോലീസ് വിചാരിക്കുന്നത് പോലെ ഉദയനിധി അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കാനുള്ള സാധ്യത വിരളമാണ്. ഉദയനിധി പറഞ്ഞത് കൃത്യമായ അശ്ലീലമാണെങ്കിലും നിയമപരമായി അത് തെളിയിക്കുക സാധ്യമല്ല. ഉദയനിധി തൃഷയുടെ പേര് പറഞ്ഞിട്ടില്ല എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ആളുകൾ തൃഷ എന്ന് പറഞ്ഞതിൽ ഉദയനിധി എന്ത് പഴച്ചു? ഇനി തൃഷയാണ് ഉദ്ദേശിച്ചത് എന്ന് വ്യക്തമാക്കിയാലും വെള്ളം കൊടുക്കുന്നതിനെക്കുറിച്ച് പറഞ്ഞാൽ എങ്ങനെയാണ് അശ്ലീലമാകുന്നത്? ഇത്തരം സാങ്കേതിക വിഷയങ്ങളെ തുടർന്ന് ഉദയനിധിയെ വിട്ടയക്കുമെന്ന് തീർച്ചയാണ്. വാസ്തവത്തിൽ ഈ വിഷയത്തിന്റെ പിന്നാലെ പോയി പ്രതിപക്ഷ നേതാവ് കൂടിയായ ഉദയനിധിയെ അറസ്റ്റ് ചെയ്ത പോലീസ് വിജയുടെ അനുമതിയോടെയാണ് ചെയ്തതെങ്കിൽ വിജയ് പണി ചോദിച്ചു വാങ്ങുകയാണ് എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. വിജയ്ക്ക് വലിയ ജനപ്രീതിയാണ് ഇപ്പോൾ തമിഴ്നാട്ടിലുള്ളത്. സ്റ്റാലിൻ്റെ പാർട്ടിക്ക് DMKക്കോ BJP അടക്കമുള്ള മറ്റ് പാർട്ടികൾക്കോ പിടിച്ചു നിൽക്കാൻ പോലും കഴിയുന്നില്ല. ദ്രാവിഡ രാഷ്ട്രീയത്തെയും ദേശീയ രാഷ്ട്രീയത്തെയും തിരസ്കരിച്ച് TVK എന്ന തമിഴ് രാഷ്ട്രീയത്തിന് രൂപം കൊടുക്കുമ്പോൾ ആ രാഷ്ട്രീയത്തെ ജനം പിന്തുണയ്ക്കുന്നു. അതിൻ്റെ കാരണം വിജയുടെ സാധാരണമായ ഭരണമികവാണ്. വിജയുടെ ഭരണ നേട്ടങ്ങൾക്ക് സമാനതകളില്ല. തികച്ചും വ്യത്യസ്തമായ രീതിയിൽ നാട്ടിലെ മനുഷ്യരുടെ പ്രശ്നങ്ങൾ കണ്ടെത്തി പരിഹരിക്കുകയാണ് വിജയ്. അതുകൊണ്ട് തന്നെ തമിഴ്നാട്ടിലെ സാധാരണ മനുഷ്യർ വിജയ് തങ്ങളുടെ ദൈവമാണെന്ന് കരുതുന്നു. വിജയുടെ ഭരണരീതിയിൽ അഴിമതിയില്ല, സ്വജനപക്ഷപാതമില്ല, മെറിറ്റ് മാത്രമാണ് മാനദണ്ഡം. അതുകൊണ്ട് തന്നെ മന്ത്രിസഭ രൂപീകരിച്ച് 3 മാസം പിന്നിട്ടപ്പോൾ ഉയർന്ന ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിൽ മന്ത്രിസഭ പുനഃസംഘടനയ്ക്ക് ശ്രമിക്കുകയാണ്. പോക്സോ കേസിൽ ഉൾപ്പെട്ട കോൺഗ്രസ് മന്ത്രിയെ പുറത്താക്കും. പകരം കോൺഗ്രസിനെ രണ്ടാമതൊരു മന്ത്രിയെ കൊടുക്കാനുള്ള സാധ്യതയില്ല. കാരണം ഒരു രാജ്യസഭാ സീറ്റ് കൂടി കോൺഗ്രസിന് കൊടുത്തിട്ടുണ്ട്. ആരോപണ വിധേയരായ എല്ലാ മന്ത്രിമാരെ മാറ്റി പുതിയ മന്ത്രിമാരെ പരീക്ഷിക്കും. കാര്യക്ഷമതയില്ലാത്ത മന്ത്രിമാരെയും പരിഗണിക്കുന്നുണ്ട്. അങ്ങനെ മന്ത്രിസഭയിലും അഴിച്ചുപണി നടത്തി വിജയ് തമിഴ്നാട്ടിന് പുതിയ ദിശാബോധം നൽകുകയാണ്. ഇതുവരെ വിജയിയുടെ ഭരണത്തെക്കുറിച്ച് ആർക്കും മോശമായി ഒന്നും പറയാനില്ല. അങ്ങനെ തമിഴകം കീഴടക്കി വിജയ് മോഡൽ മുമ്പോട്ട് കുതിക്കുമ്പോൾ തൃഷയെക്കുറിച്ച് എന്തോ തമാശ പറഞ്ഞതിൻ്റെ പേരിൽ ഇങ്ങനെ വികാരഭരിതനായി ചാടിയിറങ്ങിയാൽ അത് ദോഷം ചെയ്യുക വിജയ്ക്ക് തന്നെയാണ് എന്ന് വിജയ് തിരിച്ചറിയുമ്പോഴേക്കും നഷ്ടം സംഭവിക്കാനുള്ളതൊക്കെ സംഭവിച്ചു കാണും. ഇപ്പോൾ വിജയ് ഫാൻസാണ്
തമിഴ് മക്കൾ മുഴുവൻ. തണുത്തിരുന്ന ഡിഎംകെയ്ക്ക് ഒരു വിഷയം കിട്ടിയിരിക്കുന്നു. സംസ്ഥാന വ്യാപകമായി ഉദയനിധിക്ക് വേണ്ടി ഡിഎംകെ പ്രവർത്തകർ രംഗത്തിറങ്ങുന്നു. അങ്ങനെ പരാജയം കൊണ്ട് നാണം കെട്ടിരുന്ന ഡിഎംകെയെ ഒരുമിപ്പിക്കാൻ മാത്രമേ ഈ പ്രതിഷേധം കാരണമാകൂ. ഉദയ് വെറും സിനിമാ നടൻ മാത്രമല്ല, തമിഴ്നാട്ടിലെ പ്രതിപക്ഷ നേതാവാണ്. നാളെ നിയമസഭാ യോഗം ചേരാനിരിക്കവേ പ്രതിപക്ഷ നേതാവിനെ തന്നെ അറസ്റ്റ് ചെയ്തു കൊണ്ടുപോയി എന്ന് പറയുന്നത് ജനവികാരം എതിരാകാൻ കാരണമാകും. വിജയ് തൃഷയുടെ കാര്യത്തിലെ ഈ അമിതാവേശം ഉപേക്ഷിക്കാൻ സമയമായിരിക്കുന്നു. തൃഷയും തമിഴ്നാട്ടിലെ ഒരു പൗരി മാത്രമാണ്. തൃഷയുമായി ആത്മബന്ധമുണ്ട് എന്നതുകൊണ്ട് ആരും തൃഷയെ വിമർശിക്കരുത് എന്ന് ശാഠ്യം പിടിക്കരുത്. ഇത് വിജയിയെ പാതാളക്കുഴിയിലേക്ക് തള്ളിവിടും എന്ന് മറക്കാതിരിക്കുക.